അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി 1 ലക്ഷം രൂപ സമ്മാനവുമായി ഞാനെത്തും. 1/2 ലക്ഷം രൂപ വീതം 2 പേർക്ക്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, ഒരുമിച്ച് ട്രെൻഡിങ് ആവാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഹോട്ടലിൽ പരിശോധന നടത്തി പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ട തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശികളായ ദമ്പതികൾ പോലീസിന്റെ പിടിയിൽ. ഗൂഡല്ലൂര് ആമക്കുളം സുബൈദ, ഭർത്താവ് ധർമ്മരാജൻ എന്നിവരെയാണ് SI തോമസ് കുട്ടി ജോസഫ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:45 നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിലാണ് സംഭവം. ഉടമ അത്തിമണ്ണിൽ ഷാനവാസിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഹോട്ടലെത്തിയ ദമ്പതികൾ ലൈസൻസ് കാണിക്കാൻ ആവശ്യപ്പെട്ടു. ലൈസൻസ് കാലാവധി തീരാറായെന്ന് പറഞ്ഞ് പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇന്നലെ ഉണ്ടാക്കിയ പപ്സ് മുറിച്ചു നോക്കി പഴയതെന്ന് പറഞ്ഞു. ഓരോ ഊണും ബിരിയാണിയും പാഴ്സൽ ആവശ്യപ്പെട്ടു. അലമാരയിലെ ഭക്ഷണ സാധനങ്ങൾ പാത്രത്തോടെ എടുത്ത് നിലത്തെറിഞ്ഞു. പാത്രം തകർന്ന് ചിതറി. ഭക്ഷണം കഴിക്കാനെത്തിയ മുൻ ഹോട്ടലുടമ തയ്യത്തുംകാവിൽ മുനീറിന് ഇരുവരുടെയും പെരുമാറ്റത്തിൽ സംശയം തോന്നി ഇടപെട്ടു. ഉടൻ സുബൈദ 3 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടു. ഇതോടെ മുനീർ തിരിച്ചറിയൽ രേഖ കാണിക്കാൻ ആവശ്യപ്പെട്ടു. രേഖ പരിശോധിച്ചപ്പോൾ പ്ലേസ്മെന്റ് സർവീസ് സ്ഥാപനത്തിലെ വീട്ടുജോലിക്കാരിയാണെന്ന് മനസ്സിലായി. ഹോട്ടൽ ഉടമയും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിച്ചു. CPOമാരായ P. ദീപ, K. അജീഷ് എന്നിവർ ചേർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആൾമാറാട്ടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു 12:45 സമയത്ത് രണ്ടാൾ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പോൾ ഉള്ളിൽ ഒരാളുള്ളത് കാരണം ഞാനവിടെ കൗണ്ടറിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഇന്നെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പറഞ്ഞു ഇയാളാണ് ഇതിൻ്റെ ഓണർ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഫുഡ് മൂടി തുറന്നല്ലേ വെക്കുക. ഇതെന്താ തുറന്ന് വെച്ചിരിക്കുന്നത്? അപ്പോൾ സാറേ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടച്ചു വെക്കണം, മറ്റേതാക്കണം. അവിടെ ഇത് പറഞ്ഞിട്ട് തൈര് ഇങ്ങനെ വെക്കാൻ പാടില്ല, തൈര് കളയിച്ച് പിന്നെ വന്നിട്ട് ഓരോരോ ലൈസൻസ് ചോദിച്ചു. നമ്മളിത് ഒറിജിനൽ ഹെൽത്തിൽ നിന്നുള്ള ആളുകളാണെന്നും പറഞ്ഞിട്ട് അനങ്ങിയാൽ പറയും 3 ലക്ഷം റുപ്യ ഫൈനാട്ടോ, 3 ലക്ഷം റുപ്യ ഫൈനാണ്. അന്ന് പണ്ട് സാറേ നമ്മളെല്ലാം ക്ലിയറാണ്, കുഴപ്പമില്ല, എല്ലാം റെഡിയാണ്. ഇതെല്ലാം നോക്കി എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എല്ലാം നടന്ന് ഓരോന്നിന് വന്നിട്ട് ഭയങ്കര നിർദ്ദേശങ്ങൾ. ലാസ്റ്റ് പറഞ്ഞു പിന്നെ എന്താ ഫുഡ് കഴിക്കാനുള്ളത് ചോദിച്ചു. ചോറുണ്ട്, ബിരിയാണി ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു ബിരിയാണി ഒരു ചോറ് കൊടുക്കാൻ പറഞ്ഞു. ഒരാൾക്ക് ബീഫ് ഫ്രൈ വേണമെന്നാണ്. അത് എടുക്കുന്ന ഇടയിൽ പിന്നെ എണീറ്റ് നിന്നിട്ട് നൂൽപുട്ടിൻ്റെ റാക്ക് തുറന്ന് നടക്കണ വന്നിട്ട് ഷൗട്ട് ചെയ്തു, എന്താ തുറന്ന് നടക്കണത്? ഒരാൾ വന്നിട്ട് പപ്സ് എടുത്തിട്ട് പപ്സ് കട്ട് ചെയ്ത് ഇതൊക്കെ ഫ്രഷ് പപ്സാണ്. ഇങ്ങനെ ഫുഡിൻ്റെ ആളുകൾ വന്നാണ്ട് പപ്സ് ഒന്നും എടുത്തുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കണ്ടൊന്നും ചെക്ക് ചെയ്യലില്ല. അത് ഇനിയിപ്പം അലമാര ഡോറ് അടക്കാത്തതിൻ്റെ പേരിൽ ആ ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ഒരു കസ്റ്റമർ എടുത്തുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് അതെടുത്ത് മാറ്റാൻ പറഞ്ഞ പോരെ, എന്തിനെടുത്ത് വലിച്ചെറിയുന്നത് ചോദിച്ചാണ്. അപ്പോൾ താൻ ആരാടാ അത് ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമറോട് ചൂടായി. ഞാൻ പിന്നെ ഒരു ഓഫീസറല്ലേ നിലയ്ക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പെരുമാറിയത്. അപ്പോൾ ആ കസ്റ്റമർ എണീറ്റിട്ട് ഇനി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ ID കാർഡ് കാണിക്കുക പറയുമ്പം അവരെടുത്ത് ഗവൺമെൻറ് അംഗീകൃത ID കാർഡൊന്നുമില്ല, ഞങ്ങൾ ഹെൽത്തിൽ നിന്നാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ID കാർഡ് മാല മാത്രം തൂക്കിയിട്ടുണ്ട്. അതിൽ പിന്നെ നാട്ടുകാരെ ഇടപെട്ടുകൊണ്ട് അവരെ ചോദ്യം ചെയ്തപ്പം അവർക്ക് ഔദ്യോഗിക രേഖകളൊന്നുമില്ല. അങ്ങനെ നാട്ടുകാർ പിടിച്ച് പുറത്താക്കി പോലീസിനെ ഏൽപ്പിച്ച്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് വന്നപ്പോൾ അവരടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ID കാർഡുകളൊന്നുമില്ല. അത് കാരണം പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.